സ്വാമിൻ, നിങ്ങൾ രാത്രി പാത്തതില്ല? തരാസുന്റെ പുത്രി വല്ലി തുമ്പുരുവിനെ എങ്ങനെ ആശിക്കുന്നെന്ന്? അതിന് അത് പിന്നെ സ്വാമിൻ, നമ്മൾ രണ്ടും തരാസുന്റെ വിരുന്നാളല്ലേ? അവന്റെ മനസ്സിൽ നമ്മെ ചൊല്ലി ബഹുമാനമല്ലേ? നമ്മുടെ മനസ്സിലും അയാളോട് ഉപകാരസ്മരണ വേണ്ടതല്ലേ? അപ്പൊ നീ തന്നെ പറയേ, നമ്മൾ എങ്ങനെയാണ് ഉപകാരത്തിന് നന്ദി കാണിക്കേണ്ടത്? ആ, ഞാൻ എന്റെ വിചാരം പറയട്ടെ. വല്ലിയുടെ വിവാഹം തുമ്പ്രുവുമായിട്ട്. അർജുനണ്ണ വേണ്ട, അത് വേണ്ട. അർജുനണ്ണ, നിങ്ങൾ മല്ലികമ്മയോട് ചൊല്ലണം, ഇപ്പടി ചൊല്ലിക്കൂടാതെന്ന്. ഞാൻ നിത്യം ബ്രഹ്മചാരി. ഈ നടന്നതെല്ലാം നീ കാരണം തന്നെയല്ലേ തുമ്പ്രു? ഞാൻ കാരണം? ആ, ഇവിടെ വരാനുള്ള മോഹവും നിനക്കായിരുന്നില്ലേ? ഞങ്ങളുടെ കൂടെ വരാനുള്ള ഇച്ഛയും നിന്റേത്. ആദിവാസി വേഷം കെട്ടാൻ കാരണവും നീ തന്നെ. ആദിവാസിയായി കഴിഞ്ഞാൽ അവരുടെ രീതിയും മറ്റും തുടരണ്ടേ തുമ്പ്രു? அர்ஜுனண்ணா, இந்த பழம் சாப்பிடுங்க. அர்ஜுனண்ணா, எனக்கு கொஞ்சம் உங்களோட பேசணும். എന്നാ പറഞ്ഞോ? கொஞ்சம் கொஞ்சம் சங்கோஜம் இருக்கண்ணா. തരാസു, സങ്കോചം എതുക്കാക? ചൊല്ലിടുങ്കോ. நீங்களும் பார்த்தாச்சு, நானும் பார்த்தது. நீங்களும் தெரிஞ்சது, எனக்கும் தெரிஞ்சது. എന്നത്? அது என்னோட செல்ல பெண்ணு வலி உங்களோட சேவகன் തുമ്പുരുവോട് പ്രേമത്തിലാണ്. പക്ഷെ തറാസു അണ്ണാ, നിങ്ങൾ പറഞ്ഞല്ലോ തിങ്കൾ കിഴമേ വല്ലിയുടെ വിവാഹമാണെന്ന്. അപ്പടിയാനാൽ തുമ്പുരുവോട് പ്രേമം തോന്നുക എന്നാ മര്യാദയാക്കുമാ? அப்படியல்ல, நம்ம சமுதாயத்திலே பொண்ணோட சௌக்கியம் தானே முக்கியமான விஷயம். ஏன் பொண்ணு நினைச்சென்னால் முன்னால நிச்சயிச்ச மங்கல்யம் வேண்டான்னு சொல்லி இனி ஒருவனை கல்யாணம் பண்ணலாம். ആ തരാസു അണ്ണ, ഞങ്ങൾ തുമ്പ്രുവിനെ കൊണ്ട് വലിയ കല്യാണം ചെയ്യാൻ സമ്മതിപ്പിക്കാം. என் பொண்ணோட சந்தோஷத்துக்காக செய்வது என்னோடு செய்த பெரிய உபகாராக்கும். அர்ஜுனண்ணா, கல்யாணக்காரி அப்புறம் சொல்லலாமே. பழம் சாப்பிடுங்க. എപ്പോ പോയതാണ് തുമ്പ്രു? ഇതുവരേക്കും തിരിച്ചു വരവതേ ഇല്ലേ? പറഞ്ഞതുമില്ല ഇവിടെ പോണൂന്ന്. ഇനി എപ്പ വരുമോ ആവോ? അർജുനണ്ണ, തുമ്പ്രു ഇനി വരലേ? ഞാനും അതേ ആലോചിക്കരുത്. അവൻ എങ്ക പോയിരിപ്പേൻ? சொல்லிட்டு போகலையா எங்க போறேன்னு? சொல்லி இருந்தா நாங்களെ വിളിച്ചു വരുത്താതാ? മുന്നാടി അവൾ ഇപ്പടി പണി ഇരിക്കാ. നടക്കാനും ചുറ്റാനും ഇഷ്ടമാണവന്. അവന്റെ കാലിൽ ചക്രങ്ങളുള്ള പോലെയാ. അവന് മൂന്നുലകിലും സഞ്ചരിക്കാൻ ഇഷ്ടമാണെന്നേ. മൂന്നുലകിലും? അവന് ഒരു ഗ്രാമം ഒരു ലോകം പോലെ തന്നെയാണ്. അയ്യോ, ഇത് ரொம்ப കഷ്ടമായി പോച്ചേ. ഇങ്ങയുള്ള കാട്ടിലെ ഒന്നുമേ തെരിയാത്ത അവനുക്ക് കാട്ടുമൃഗം മുന്നിൽ വന്നാ അവനാൽ എന്നാ പണ്ണ മുടിയും? ആ തുമ്പുരുവിന് മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അറിയേയില്ല. അവന് കാട്ടിൽ നിന്ന് രക്ഷപ്പെട മുടിയാതാ? അത് ഇനിയും കഷ്ടമായി പോച്ചേ. ഇനി എന്നതെല്ലാം നടക്കുമോ?
എനക്കും ഭയം തോന്നരുത്. உங்களோட பயத்தேக்கால் என்னோட பயம் வலுது. அவன் நீங்களுக்கு வெறும் சேவகன். எனக்கு வந்து வரப்போகிற மாப்பிள்ளை அல்லவா அவன். அவன் இப்படி தனியே போக கூடாது. கொஞ்சம் யோசனை பண்ண வேண்டியது. அவனுக்கு ஏதாவது வந்து பெட்டா நாங்கள் என்ன செய்ய முடியும்? என்ன பண்ண முடியும்? അവനെ തേടണമാനാൽ എങ്ക തേട മുടിയും? இந்த பெரிய வனத்திല് காட்டுமிருகங்களுக்கிடையில் ஏட தேட முடியும்? ஆனாலும் நான் அவனை தேட போகிறது. ഏ സ്വാമി, തുമ്പ്രു ഇവിടെ എന്ത് അനർത്ഥമാണ് കാണിച്ചത്? തുംബ്രുവിന് ഒരു സ്ഥലത്ത് അധിക സമയം അടങ്ങി നിൽക്കാനായില്ല. അവന് വാർത്തകള് അവിടെ ഇവിടെ എത്തിക്കണം. വാർത്തകളെ അറിയാൻ വേണമല്ലോ. അവൻ അതിനു വേണ്ടി പോയതായിരിക്കണമെന്ന്. അർജുന അണ്ണ, അയ്യോ, ഇതെന്താണ്? ദേവി, ഞാൻ കേട്ടതും അതുതാൻ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ കുഴപ്പത്തിലാണ് ചാടിച്ചത്. ദേവി, അർജുന അണ്ണ, അധിക സമയം എനിക്ക് ഈ വേഷത്തിൽ കഴിയാനാകില്ല. ദയവായി എനിക്ക് അനുവാദം തന്നാലും ഈ വേഷം ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കുഴപ്പത്തിൽ നീ സ്വയം വീണ് കഴിഞ്ഞു തുംബ്രു. അതിനെ ഇവിടെ തന്നെ സമാപിപ്പിച്ച് നീ ആ പാവം പെണ്ണ് വല്ലിയോട് അന്യായം എന്തിനു ചെയ്യണം? നീ എന്താ പ്രേമസാഗരത്തിന്റെ നടുവിൽ അവളെ ത്യജിക്കുവാനാണോ ആലോചന? അയ്യോ സ്വാമി, അയ്യോ സ്വാമി, എന്തു ത്യാഗം, എന്തു പ്രേമം, എന്ത് ന്യായം, എന്ത് സാഗരം അർജുന അണ്ണ. ഇതെല്ലാം അങ്ങയോട് ലീലതാനല്ലവാ. ഞാൻ അതിൽ വീണു പോയതല്ലവാ. ഇനി മുങ്ങിച്ചാകണം അർജുന അണ്ണ. இந்த ലീല മതിയാക്കൂ, മതിയാക്കൂ. இந்த ലീല അർജുന അണ്ണ മതിയാക്കൂ. എന്നെ ഈ വലയത്തിൽ നിന്ന് പുറത്തിറക്കൂ അർജുന അണ്ണ. പിന്നെ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് തുംബ്രു? അർജുന അണ്ണ, ഉങ്ങളുടെ ആജ്ഞയും വാങ്ങി ഇവിടെ നിന്ന് പാലായനം ചെയ്യുക. ഇനി അധിക നേരം ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഉചിതമല്ല അർജുന അണ്ണ. എന്റെയും വല്ലിയുടെയും ഗുണത്തിനല്ലത്. എന്നോട് സാന്നിധ്യം ഇങ്ങേ കുഴപ്പങ്ങൾക്ക് ജന്മം നൽകും. ഞാൻ പോകട്ടെ. കേട്ടോ മല്ലിക, തുംബ്രു നമ്മളെ ഇവിടെയാക്കി പലായനം ചെയ്യാൻ പോണൂന്ന്. ഇവനെ പോകാൻ വിടണോ ഞാൻ? തുമ്പ്രു ഇവിടെ ഉണ്ടെങ്കിൽ തമാശകൾ കാണിച്ച് മനസ്സ് നിറയ്ക്കും. അതിനാൽ തുമ്പ്രു ചിന്ത വെടിഞ്ഞ് ഇവിടെ തന്നെ നിൽക്ക്. ഇല്ല ദേവി, നിൽക്കുമായിരുന്നു. വലിയ എനിക്ക് പേടിയാ. ഞാൻ എങ്ക നിൽക്കരുത്, നല്ലതല്ല. ഞാൻ പോകട്ടും ദേവി, പോകട്ടും. മുരുകൻ സ്വാമി ജയിച്ചാലും. தும்புரு திரும்பி வந்தாச்சா? நான் அவர் பேச்சு கேட்ட போல. ആ വന്നിരുന്നേൻ. ഇപ്പൊ പോയാച്ച്. ഇനി അവൻ തിരുമ്പി വരമാട്ടെ. ஏன் ஏன் திரும்பி வர மாட்டேன்? വല്ലി, ഒരു തെറ്റ് പറ്റിപ്പോച്ച്. ஐயோ, என்ன തെറ്റ് പറ്റി പോച്ച്? പാതി തെറ്റ് ഞാൻ ചെയ്തു, പാതി ഉൻ അപ്പാ തരാസു ചെയ്തു. അതെയോ? ഞാൻ ഒരു തപ്പും ചെയ്വതില്ലേ. പിന്നെ എതുക്ക് ഞാൻ കഷ്ടം സഹിക്ക വേണം? ഞാൻ ഒരു തപ്പും ചെയ്തതേ ഇല്ലേ. അത് അപ്പടിയേ അല്ല വല്ലി. വിധിയോട് വിധാനത്തിൽ ആരുമേ ദോഷം നോക്കാറില്ല. ഞാൻ എന്നെ ദോഷം ചെയ്തിരുപ്പേൻ? ആര് ചൊല്ലിത്തരും എന്നോട് ദോഷം? ഇത് താൻ നീ തരാസുവോടെ പുത്രിയായി പോച്ച്. ഉന്നോടെ അപ്പ കൊഞ്ചം ആലോചിക്കാതെ പാരമ്പര്യം നോക്കാതെ തീരുമാനം എടുത്താച്ച്. എനക്കും തെറ്റുപറ്റിയാച്ച്. തരാസു അണ്ണ എന്നോട് ചൊല്ലിയ വേളയിൽ തന്നെ അവനോട് ഞാൻ ഇത്രയും ചൊല്ലലേ തുംബ്രു വിവാദനാണെന്ന്.